Hi, welcome to my channel Traveling to Successful Life. നമ്മളിപ്പോൾ ഇന്ന് ഫിസിക്സിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എല്ലാവരും അന്നന്ന് ഉള്ളത് പഠിച്ചു പോവുക. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഇലാസ്തികതയെക്കുറിച്ചാണ്. ഖരവസ്തുക്കളുടെ ബലതന്ത്ര സവിശേഷതയാണ് ഇലാസ്തികത എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ. അതായത് പ്രയോഗിക്കുന്ന ബലം നീക്കം ചെയ്താൽ ഒരു വസ്തു അതിൻ്റെ പ്രാരംഭ ആകൃതിയും വലിപ്പവും കൈവരിക്കുന്ന പ്രത്യേകതയാണ് എന്ത്? ഇലാസ്തികത. മനസ്സിലായോ? ഇത്തരം രൂപാന്തരത്തെ ഇലാസ്തികത രൂപാന്തരം എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇതിന് ഉദാഹരണമാണ് സ്ഫടികം അല്ലെങ്കിൽ ക്വാർട്സ് അല്ലേ. സ്ഫടികത്തിന് നമ്മൾ ക്വാർട്സ് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലേ? ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ അതിനെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരുത്താനുള്ള ഒരു പ്രവണതയില്ലേ, അങ്ങനെ കഴിയില്ല എങ്കിൽ ആ പ്രവണതയാണ് നമ്മൾ പ്ലാസ്റ്റിക് എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ പ്ലാസ്തികത എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ചത് ആ ഒരു ഇതിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇലാസ്തികതയായിട്ടുള്ള ഒരു വസ്തുവിനെ നമുക്ക് തിരിച്ചതിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും, എന്നാൽ പ്ലാസ്റ്റികതയ്ക്ക് പറ്റില്ല. പ്ലാസ്റ്റിക്കിനുള്ള ഒരു എക്സാമ്പിളാണ് പുട്ടി കേട്ടോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഖരവസ്തുക്കളുടെ ഇലാസ്തിക സ്വഭാവത്തെപ്പറ്റി കൂടുതലായി പഠിക്കാം. എന്തുകൊണ്ടാണ് ഖരവസ്തുക്കൾക്ക് ഇലാസ്തിക സ്വഭാവം ഉണ്ടാകുന്നത് എന്നൊക്കെ നോക്കാം. എന്താ നോക്കി, ഒരു ഖരപദാർത്ഥത്തിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ അവയിലെ ആറ്റങ്ങൾക്കും തന്മാത്രകൾക്കും അവയുടെ സന്തുലിത സ്ഥാനങ്ങളിൽ നിന്നും സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇക്കാരണത്താൽ അറ്റമികാന്തര അല്ലെങ്കിൽ തന്മാത്രാന്തര ദൂരങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. രൂപാന്തര ബലം നീക്കം ചെയ്താൽ തന്മാത്ര ബലം ഈ ആറ്റങ്ങളെ അതിൻ്റെ ആദ്യ സ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ വസ്തുവിന് അതിൻ്റെ പൂർവ്വ വലിപ്പവും ആകൃതിയും തിരിച്ചു കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് നോക്കാം. സ്ട്രെസ്സ് യൂണിറ്റ് പരപ്പളവിൽ ഉണ്ടാവുന്ന പുനഃസ്ഥാപന ബലത്തെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പുനഃസ്ഥാപന ബലം എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? F/A കേട്ടോ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പിന്നെ ഡയമെൻഷണൽ ഇക്വേഷൻ എല്ലാത്തിൻ്റെയും അറിയായിരിക്കണം. ml⁻⁻1 എന്താണ്? ml⁻⁻1 T⁻⁻². ഓക്കെ, നാം കൊടുക്കുന്ന ബലത്തിന് ഈക്വലും ഓപ്പോസിറ്റുമാണ് റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ പുനഃസ്ഥാപന ബലം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ സ്ട്രെസ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ട്രെസ്സ് 3 തരത്തിലുണ്ട്. ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെസ്സ്, നോർമൽ അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്സ്, പിന്നെ മൂന്നാമത്തെയാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 എണ്ണം: ലോങ്ജിറ്റ്യൂഡിനൽ, വോളിയം, ടാൻജൻഷ്യൽ. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞൊക്കെ ഇംഗ്ലീഷ് ടേംസാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് മലയാളം അറിയാതിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും നോക്കാം. എന്താണ് അനുദൈർഘ്യ സ്ട്രെസ്സ്? ഒരു ഖരവസ്തുവിൻ്റെ നീളവുമായി ബന്ധപ്പെട്ട മാറ്റത്തെയാണ് അനുദൈർഘ്യ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, വലിവ് പ്രതിബലം അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. അതായത് നീളം കൂടുന്നതിനെയാണ് നമ്മൾ വലിവ് പ്രതിബലം എന്ന് പറയുന്നത്. എന്നാൽ നീളം കുറയുന്നതിനെയാണ് സമ്മർദ്ദിത സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായേ? വലിവ് പ്രതിബലത്തിൻ്റെയും കംപ്രസീവ് സ്ട്രെസ്സിൻ്റെയും പിക്ചർ. ഇനി നമുക്ക് അടുത്ത നോക്കാം. ദ്രവചലിത സ്ട്രെസ്സ്. എന്താണ് ദ്രവചലിത സ്ട്രെസ്സ്? ഒരു വസ്തുവിൻ്റെ വ്യാപ്തമാറ്റത്തിന് കാരണമാകുന്ന ഒന്നിനെയാണ് അല്ലെങ്കിൽ ബലത്തെയാണ് ദ്രവചലിത സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ദ്രവചലിത സ്ട്രെസ്സിനെ തന്നെ നമ്മൾ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നും നോർമൽ സ്ട്രെസ് എന്നും അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ 3 പേര് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ദ്രവചലിത സ്ട്രെസ് തന്നെയാണ്. ദ്രവചലിത സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്സിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഉയർന്ന മർദ്ദമുള്ളൊരു ദ്രാവകത്തിൽ ഒരു വസ്തു വയ്ക്കുകയെന്ന് സങ്കല്പിക്കുക. അവിടെ നമ്മളൊരു വോളിയം V ആണ് അതിൻ്റെ ഒറിജിനൽ വോളിയമെങ്കിൽ ഒറിജിനൽ വോളിയം V ആണെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. മർദ്ദം അപ്ലൈ ചെയ്യുമ്പോൾ അത് V' ചുരുങ്ങുന്നു. അന്നേരം അവിടെ ഒരു ഡെൽറ്റ
വി ചേഞ്ച് ഉണ്ടാകും. ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും പ്രഷർ നോർമലാണ്. ഇവിടെ എന്തിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ? വോളിയത്തിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ അല്ലേ? മാറ്റം വരുന്നത് വോളിയത്തിനാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സിനെ ദ്രവചലിത സ്ട്രെസ്സ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് അനുരൂപണ സ്ട്രെസ്സ് കേട്ടോ. ഷിയറിംഗ് സ്ട്രെസ് എന്നറിയപ്പെടും, അതല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്സും എന്നറിയപ്പെടുന്നു. അനുരൂപണ സ്ട്രെസ് എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ രൂപീകൃതമായ പുനഃസ്ഥാപന ബലത്തെയാണ് അനുരൂപണ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്താണ്? അത് 3 തരമുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അടുത്താണ് സ്ട്രെയിൻ. ഒരു വസ്തുവിൻ്റെ ഘടനാവ്യത്യാസവും യഥാർത്ഥ ഘടനയും തമ്മിലുള്ള അനുപാതത്തെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെയിൻ നമ്മൾ സ്ട്രെസ്സിന് ഡയമെൻഷനും യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല കേട്ടോ. സ്ട്രെയിൻ എന്ന് പറയുന്ന താങ്ക് യു. നമുക്ക് ഈ സ്ട്രെയിനിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക കേട്ടോ. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.